ഹലോ ഗൈസ്, ജി ടി എഫ് ഐൻ്റെ പുതിയ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുക നമ്മുടെ ജി ടി എഫ് ഐൻ്റെ ഒരു കിഡിലും വീഡിയോ ആയിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുക നമ്മളൊരു കാർ മോഷണമായിട്ട് ഗൈസ്. നമ്മളിപ്പോൾ കാർ മോഷണമാണ്, പക്ഷേ അന്നത്തെ പോലെ അല്ല ഗൈസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട നമ്മൾ മെക്ലാറൻ കാർ ഇവിടുത്തെ ഒരു ഷോറൂം ഉണ്ട് കേട്ടോ. ഈ അറ്റത്തതാ മാപ്പിൻ്റെ ഏറ്റവും അറ്റത്ത് ഈ ഷോറൂം ഉണ്ടാവും ഗൈസ്. നമ്മൾ മേടിച്ചെല്ലാം മോഷ്ടിക്കാൻ ചെയ്തിട്ടാ. അപ്പോൾ സാധാരണ നമ്മൾ ബിസിനസ്മാൻ്റെ റിച്ച് മാൻ അങ്ങനത്തെ ആൾക്കാരാണ് ഗൈസ് നമ്മൾ വണ്ടി മോഷ്ടിച്ച്. പക്ഷെ ഇന്ന് നമ്മൾ ശരിക്കും സൂക്ഷിക്കണതാണ് ഗൈസ്. കാരണം ഇന്ന് നമ്മൾ മോഷ്ടിക്കാൻ പോണത് നമ്മുടെ USA തന്നെ പ്രസിഡൻറ്റിൻ്റെ കാറാണ് ഗൈസ് നമ്മൾ മോഷ്ടിക്കാൻ പോണേ. അപ്പോൾ പ്രസിഡൻ്റ് കാറ് മോഷ്ടിക്കുന്നത് എന്ത് ഗൈസ്? ഗ്ലിച്ചടിച്ചാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ കാറ് മോഷ്ടിക്കുമ്പോൾ നമുക്കൊരു സ്പീഡുള്ള കാർ നമുക്ക് ആദ്യമേ വേണം. എങ്ങാനും അവിടെ പോലീസ് ഉണ്ടെങ്കിൽ നമ്മൾ പെടുകൂട്ടാ ഗൈസ്. അപ്പോൾ ആ കാറ് ഡെലിവറി ആവുന്ന ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 9 മണിയൊക്കെ ആവട്ടെ GT5 ടൈമിൽ. അപ്പോൾ ഇപ്പോൾ സമയം 8:30 ആണ് കേട്ടോ. അപ്പോൾ 9 മണിക്ക് മുന്നേ അവിടെ കാറ് ഡെലിവറി ആവുമെന്നാണ് കേട്ടത്. പ്രസിഡൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ അവിടേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 9 മണിയാകുമ്പോഴാണ് പ്രസിഡൻറ്റ് എത്തുക. അതിന് മുന്നേ കാർ അവിടെ ഡെലിവറി ആവും. അപ്പോൾ നമുക്ക് ആ കാറ് വേഗം മോഷ്ടിക്കണം കേട്ടോ ഗൈസ്. എങ്ങാനും നമ്മൾ നമ്മുടെ ജീവിതം മുഴുവൻ ജയിലിൽ ഇറക്കും കേട്ടോ. ആ കാറെന്ന് പറയുമ്പോൾ ഏതോ കിടിലൻ കാറാന്ന് പറഞ്ഞു. ഓറഞ്ച് കളർ കാറാന്നാണ് ലെസ്റ്റർ പറഞ്ഞത്. ഈ ലെസ്റ്റർ എന്ന് പറയുമ്പോൾ ആൾക്ക് പോലീസിൽ കുറച്ച് ഇതൊക്കെ ഉള്ളപ്പോഴേ ആളുടെ ഒരു കൂട്ടുകാരൻ വിളിച്ചപ്പോൾ പറഞ്ഞാണ് ഗൈസ്. അപ്പോൾ ലെസ്റ്റർ നമ്മൾ വിളിച്ച കാർ നൈസായിട്ടൊന്ന് അടിച്ചു മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല വിലയുള്ള കാറാണ് കേട്ടോ ലെസ്റ്റർ പറഞ്ഞത്. ഓക്കെ, നമ്മൾ മെയിൻ റൂട്ടിലേക്ക് കിടന്നിട്ടുണ്ട്. ഈ അറ്റത്തേക്ക് പോയാലാണ് ഷോറൂം എത്തുക. നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിയുള്ള ആളാണ് ഗൈസ്. അങ്ങേരുടെ ബുദ്ധി എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ആള് സിറ്റിയിലാണ് ഷോറൂമിൽ കാറ് വെക്കണമെങ്കിൽ അവിടെ സിറ്റിയിൽ നിറയെ തീഫുണ്ടാവും കേട്ടോ. അതാകുമ്പോൾ പിന്നെ എല്ലാവർക്കും അടിച്ചു മാറ്റാൻ ഈസിയാണല്ലോ. ഇതാകുമ്പോൾ ആരും അറിയാത്ത ഷോറൂമിൽ നിന്നാണ് ഇറക്കണത്. പക്ഷെ നമ്മളറിഞ്ഞു കേട്ടോ, നമ്മളെല്ലാം അറിയണ ആളാണല്ലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ അടിച്ചു മാറ്റാൻ പോകണ്ട ഗൈസ്. എങ്ങാനും പണി പാളെ നമ്മൾ മൂഞ്ചു കിട്ടാ ഗൈസ്. പേട്ട നമ്മളിപ്പോൾ ഒരു കാർ എടുത്തേക്കണത്, ഈ കാർ നല്ല സ്പീഡുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഒറ്റ ഇതിൽ തന്നെ 100-200 പോട്ടെ ഈ കാറ്. അപ്പോൾ എങ്ങാനും പോലീസ് പിടിക്കാനാണെങ്കിൽ ഓടി രക്ഷപ്പെടാൻ ഈ കാറാണ് നമുക്കുള്ളത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ കാർ നമുക്ക് തോട്ടേക്ക് എടുത്ത് കളയട്ടെ, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ കാറ് നല്ല സ്പീഡിൽ കാറാണ്. പിന്നെ നമ്മൾ മേടിച്ച കാറാണ്ട് കുഴപ്പമില്ല. അവിടെ എത്തുമ്പോൾ ആ കാറ് നമ്മൾ ആരും അറിയാണ്ടെടുക്കണം കേട്ടോ. പോലീസുകാരൊക്കെ പ്രസിഡൻറ്റിൻ്റെ ഒപ്പം തന്നെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഒരു 8-8:45 ആകുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തി നമുക്ക് കാർ എടുക്കാം കേട്ടോ. അവിടെ ഷോപ്പ് ഓണേഴ്സ് ഉണ്ടെങ്കിൽ സീനാവും. പക്ഷെ അവിടെ ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഈ സ്ഥലത്ത് അങ്ങനെ ആരും കാണില്ല. എനിക്ക് എൻ്റെ അമ്മ സ്പീഡ് കൂടി ഇങ്ങനെ കുഴപ്പമുണ്ട് കേട്ടോ. അവിടെ നമ്മൾ എത്താറാണ് കേട്ടോ. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. വേഗം ചെല്ലാട്ടം അങ്ങോട്ട്. എങ്ങാനും പ്രസിഡൻ്റ് എങ്ങാനും പിടിച്ച ഗൈസ് പെട്ടു ഗൈസ്. പിന്നെ നമ്മൾ ജയിലിൽ തന്നെ ആയിരിക്കും ചപ്പാത്തി കഴിക്കുന്നുണ്ടാവുക. നമുക്കെന്തായാലും അങ്ങോട്ട് എത്താറായില്ലേ, കുറച്ചുകൂടി ദൂരം ഉണ്ട് ഗൈസ്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഇവിടെ അധികം പോലീസുകാരുണ്ടാവില്ല. ഏറ്റവും കൂടുതൽ പോലീസുകാർ സിറ്റിയിലുണ്ടാവുക. ഇങ്ങനത്തെ സ്ഥലത്തൊന്നും അങ്ങനെ പോലീസ് സ്റ്റേഷൻ അങ്ങനത്തൊന്നും ഇല്ല ഗൈസ്. അവിടേക്കൊക്കെ പോലീസുകാരെത്താൻ വൈകും. ഓടെ തന്നെ ആകുമ്പോൾ നമുക്ക് ഈസിയായി, പോലീസുകാർക്ക് ഈസിയായി. ബെസ്റ്റ് ഉണ്ട് ഗൈസ്. ആ പ്രസിഡൻറ്റിൻ്റെ ബുദ്ധിയുണ്ട് ഗൈസ്. നല്ല ബെസ്റ്റ് സ്ഥലത്താണ് ഗൈസ് കാർ കൊടുക്കാൻ വെച്ചാൽ. പക്ഷെ സാധാരണ കാറല്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. ലെസ്റ്റർ വിളിച്ചപ്പോൾ ഓറഞ്ച് കാർ അങ്ങനെ കണ്ട പറഞ്ഞ ലെസ്റ്റർ വിളിച്ചപ്പോൾ. കാർ ഏതാന്ന് പറഞ്ഞില്ല ഗൈസ്. ഏത് കാറാണോ? നല്ല കാറാണെങ്കിൽ നമുക്കത് വിറ്റിട്ട് നിറയെ കാശുണ്ടാക്കാം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ലക്ഷറി ആവാമല്ലോ. നമ്മുടെ മുഖം മറയ്ക്കാനുള്ള തുണി നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ് കേട്ടോ. ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് അത് വിട്ടുപോയി. അവിടെ ഹെലികോപ്റ്റർ കിടക്കുന്നുണ്ടെന്ന് ചാൻസ് ഇല്ല കേട്ടോ ഗൈസ്. ഇതെവിടെ അടുത്തെങ്ങാണ്ടാണ് ഷോപ്പ്. ഹെലികോപ്റ്ററൊന്നും അവിടെ ഇറങ്ങാനുള്ള സൗകര്യം ഇല്ല. കാരണം നമ്മൾ മെക്ലാറിനും ബുക്കാട്ടിയൊക്കെ അടിച്ചു പറ്റുമ്പോൾ അവിടെ സ്ഥലം കണ്ടതാണ് ഏതോ ഷോറൂമിൽ. അത്ര സെറ്റപ്പൊന്നും അവിടെ ഇല്ല. അവിടെ ഉള്ളതാകെ 2 ഷോറൂമും പിന്നെ ഒരു പെട്രോൾ പമ്പുമാണ്. വേറെ ഒന്നും അവിടെ ഇല്ല കേട്ടോ ഗൈസ്. എൻ്റെ അമ്മത് വണ്ണുണ്ട് അവിടെ. ഈ ഓടിച്ചു. പക്ഷേ ഗൈസ് ജസ്റ്റ് ഇപ്പോൾ ചത്തേനെ. ഞാൻ നൈസായിട്ടേ ഒരാളെ കൊല്ലാൻ നോക്കിയത്. അതാകുമ്പോൾ
പോലീസുകാരുടെ ടൈം അറിയാൻ പറ്റും, എത്ര നേരം കൊണ്ട് അവിടെ എത്തണേന്ന്. അവരിപ്പോൾ എത്തൂട്ടോ ഗൈസ്. 8:40 നമുക്കൊരു 45 അവിടെ എത്തണം. കാറ് മോഷ്ടിച്ച് നമുക്ക് കൊണ്ടുപോകണം 45 എൻ്റെ ബ്രേക്ക് പോയിട്ട് വണ്ടിക്ക് ബ്രേക്ക് അടിച്ചു പോയിട്ട് പണി കിട്ടിയേ. കയറാനും പറ്റുന്നില്ല. ഓക്കെ, നമ്മൾ അവിടെ കാറ് ഇട്ടിട്ടുണ്ട് കേട്ടത്. എവിടെയാണ് കാറ് കിടക്കണതെന്നാ പറഞ്ഞത്. ഏതാ കാറിന് മനസ്സിൽ പുറകിൽ ആരെങ്കിലും ഉണ്ടാ? പെട്ടെന്ന് ആ കാറ് പോലീസാന്ന് വെച്ചു. പുറകിലുള്ള CCTV വല്ലതും ഉണ്ടോ ഗൈസ്? വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടു. നമ്മുടെ മുഖം പതിഞ്ഞുണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ കാറ്. കിടിലൻ കാറ് ഗൈസ്. ഇതാണ് GTR ഗൈസ്. ഓറഞ്ച് കളർ GTR കാറ്. കിടിലൻ ലുക്കൊക്കെ ഗൈസ്. എൻ്റെ അമ്മോ, താഴെ നിയോൺ ലൈറ്റ്സ് ഒക്കെ പച്ച കളറ് ലുക്കൊക്കെ ഗൈസ്. പുറകിലൊക്കെ ലൈറ്റ്. എൻ്റെ അമ്മ എക്സോസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. കിടിലൻ എക്സോസ്റ്റ്. വണ്ടി കയറാട്ടോ. അകത്തെന്ന് നോക്കട്ടെ. അകത്ത് കിട്ടുന്ന സെറ്റപ്പാണ് ഗൈസ്. എന്തോ സെക്യൂരിറ്റി ഫോണൊക്കെ ഉണ്ട് അവിടെ സൈഡിൽ. അത് എമർജൻസി പോലീസിനെ വിളിക്കാനുള്ളതെന്ന് തോന്നുന്നു. അതെങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടിയ പണി മാറും. ടയറൊക്കെ ഗൈസ്. നമുക്കിവിടെ വേഗം രക്ഷപ്പെടാട്ട് ആരും കണ്ടിട്ടില്ല. ഭാഗ്യം. ഷോറൂമിൻ്റെ ഓണർ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുക. നമ്മളതിൻ്റെ ഇടയ്ക്ക് നൈസായിട്ട് കാറ് മോഷ്ടിച്ചു. അയ്യോ, ചത്തിന്. പാവം ഗൈസ്. അവനെ നമ്മുടെ മുഖം കണ്ടിട്ടുണ്ടവൻ. ചത്തുണ്ട് ഗൈസ്. നമ്മുടെ മുഖം കണ്ടവരും നമ്മൾ വെറുതെ വിടരുതിട്ട ഗൈസ്. ഗൈസ്, നമ്മുടെ പോലീസുകാർ ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല കേട്ടോ ഗൈസ്. എൻ്റെ അമ്മോ. ആ ബൈക്ക് അവിടെ അത് ഉരുണ്ട് പോണു ഗൈസ്. അവനെ നമ്മൾ ഇടിച്ച് തെറിപ്പിച്ചു ഗൈസ്. പാവം. ടയറോ ഗൈസ്. കിട്ടില്ല ടയർ ഇട്ടാ. എൻ്റെ അമ്മ കിടക്കണം നോക്കിയ ഗൈസ്. പാവം. അവനെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അവൻ്റെ തലയിൽ കൂടെ കയറ്റാം. ഇതാകുമ്പോൾ ഒരു രസമുണ്ട്. അവൻ നമ്മുടെ മുഖം കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിന് കുറച്ച് ബ്ലാക്ക് ഷെയ്ഡ് കേട്ടോ ഗ്ലാസ്സിന്. ഇതാകുമ്പോൾ കുഴപ്പമില്ല. നമുക്ക് വേഗം ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടണം കേട്ടോ. ഇത്രയായിട്ട് പോലീസ് വന്നിട്ടില്ല. കാരണം അവരെത്താൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ നമ്മൾ 8:45 വണ്ടി മോഷ്ടിച്ചത് പെട്ടു. ഓക്കെ, നമ്മൾ നൈസായിട്ട് അത് വണ്ടി ഇടിച്ചിട്ടുണ്ടാകും കേട്ടോ. നമ്മുടെ കാർ അവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് 8:47 അങ്ങാണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയായിട്ട് പോലീസ് വന്നിട്ടില്ല. ഒരു 8:55 ആകുമ്പോഴാണ് പോലീസ് വരാമെന്ന് തോന്നുന്നു. അപ്പോഴേക്കും അവിടെ സെക്യൂരിറ്റി ഉണ്ടെന്ന് അറിയും കേട്ടോ. പാവം പ്രസിഡൻറ്റ് വന്ന് നോക്കുമ്പോൾ കാറുണ്ടാവില്ല അവിടെ. നമ്മളുടെ കാർ കേട്ടോ ഗൈസ്. ഇതിൽ പിന്നെ ട്രാക്കിംഗ് ഒന്നും വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അയ്യോ, അത് നോക്കാൻ പറഞ്ഞു കേട്ടോ. ഇതെന്താ ഇലക്ട്രിക് വണ്ടിയാ? ഇതുകൊണ്ടാണ് കഴിച്ചത് ഗൈസ്. ഇതിൻ്റെ അകത്ത് ട്രാക്കിംഗ് ഉണ്ടോയെന്ന് എനിക്ക് ഡൗട്ടില്ല. അതില്ല കേട്ടോ. കാരണം പ്രസിഡൻറ്റിൻ്റെ വണ്ടിയിലൊക്കെ അങ്ങനെയാണ്. അയ്യോ, ബൈക്കാരൻ അവിടെ വീണില്ലേ? പാവം ഗൈസ്. ട്രാക്കർ ഉണ്ടാവില്ല എന്നാണ് കേട്ടോ ഗൈസ് തോന്നുന്നത്. അറിയില്ല. ഓക്കെ, നമ്മൾ ആകെപ്പാട് പെട്ടുട്ടോ ഗൈസ്. എനിക്ക് അതിൽ സംശയം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്, ട്രാക്കർ ഉണ്ടാവുമെന്ന്. 5 സ്റ്റാർ പോലീസ് വന്നിട്ട് കേട്ടോ. ഫുൾ സ്റ്റാർ ആയിട്ടുണ്ട്. എൻ്റെ അമ്മ പോലീസുകാർ നിറച്ചിരിക്കണു ഗൈസ്. എൻ്റെ അമ്മ നമ്മളെ പെട്ടു കേട്ടോ ഗൈസ്. എൻ്റെ അമ്മ ഭഗവാനെ, ഓടിപ്പോട്ടെ. ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാം. നിങ്ങൾക്ക് അറ്റത്ത് നോക്കിയൊരു മല കാണാം കേട്ടോ. ഏതെങ്കിലും ടോപ്പുള്ള മൗണ്ടൈൻ്റെ മേലേക്ക് പോവാം, അതാണ് നല്ലത്. അതാകുമ്പോൾ ഹെലികോപ്റ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ഹെലികോപ്റ്റർ ഗൈസ്. പ്രൈം മിനിസ്റ്ററിൻ്റെ കാർ മോഷ്ടിച്ചപ്പോൾ 5 സ്റ്റാർ ആയിട്ട് ഗൈസ്. എന്താണ് ഈ സൈഡിൽ പോലീസ് എൻ്റെ അമ്മ പെട്ടു. തിരി ഗൈസ്. സാധാരണ എന്തെങ്കിലും പോലീസുകാരൊക്കെ ഒന്നര 5 സ്റ്റാർ വരുള്ളൂ. ഇതൊരു കാറ് നമ്മൾ മോഷ്ടിച്ചപ്പോൾ തന്നെ 5 സ്റ്റാർ വന്നു കേട്ടോ. പ്രൈം മിനിസ്റ്റർ പുറകിലുണ്ടെന്ന് തോന്നുന്നു. ഭഗവാൻ, അങ്ങേര് വിട്ട ആൾക്കാരാണ് കേട്ടോ ഗൈസ്. റോഡ് മുഴുവൻ പോലീസ് ഗൈസ്. അവർ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടു. എൻ്റെ അമ്മോ ഗൈസ്, അവർ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടു. ഇതെന്തുട്ടത് ഗൈസ്? അവർ റോഡൊക്കെ മുഴുവൻ ബ്ലോക്ക് ഗൈസ്. ഗൈസ്, ഞാൻ ജീവിതത്തിൽ കാണാത്ത വണ്ടികൾ വരെ വന്നേക്കണു ഗൈസ്. പോലീസ് ഏതോ വാനും
കാറും പിന്നെ വില്ലേജ് വണ്ടിയൊക്കെ ആയിട്ട് ഹെലികോപ്റ്ററും എന്തോന്നും സെക്യൂരിറ്റിയാണ് കഴിച്ചത്. നമ്മളിവിടുന്ന് ഇപ്പം എങ്ങടാ കഴിച്ച് ഇപ്പം പോവാ? നമുക്കിതാ ഈ അറ്റത്ത് കാണുന്ന മല കണ്ട, ഈ മല കടക്കാൻ പറ്റുമോ? ഏറ്റവും അറ്റത്തൊരു മലയുണ്ട്, ആ മലേൻ്റെ അവിടേക്ക് പോയാലോ? അറ്റത്ത് കാണുന്ന മല ഉണ്ട, അതാണ് നല്ലതെന്ന് പറഞ്ഞ സോണ് സേഫ്. ഇതാകുമ്പോൾ ഹെലികോപ്റ്റർ ഒറ്റ ആളുണ്ടാവുള്ളൂ, നമുക്ക് വെടിവെച്ചിടാൻ പറ്റും. അതാണ് ഈസി ഗൈസ്. അത് ഫുഡ് ഐഡിയ. ഈ മല കയറാം, ഇത് വലുതാ. നമുക്ക് ഈ മല കയറട്ടെ. ഇതിനും വലിയ മലയുണ്ടോ നോക്കട്ടെ ഗൈസ്. പക്ഷേ ഒരു സീനുണ്ട്, ഈ മലേൻ്റെ മേലേക്ക് കയറാൻ കാറിനായിട്ടൊരു സെപ്പറേറ്റ് പാത്ത് ഉണ്ട്. അപ്പോൾ പോലീസ് ഈ വഴി വരും എന്നാണ് തോന്നുന്നത്. അയ്യോ വീഴല്ലേ എൻ്റെ വണ്ടി ഗൈസ്. ഇവിടെ അങ്ങനൊരു കുഴപ്പമുണ്ടിട്ട്, മല കയറുമ്പോഴേ തന്നെ വണ്ടി സ്ലിപ്പാവണു. കേറ്. പോലീസുകാരൊക്കെ തൊട്ട് മേല്. എൻ്റെ 2-3 ഹെലികോപ്റ്ററാ. എന്തോണം ഗൈസ് ഇത്ര സെക്യൂരിറ്റി? പാവപ്പെട്ട ജനങ്ങൾക്ക് പോലും ഇല്ല ഇങ്ങനത്തെ സെക്യൂരിറ്റി. ബെസ്റ്റായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സീന് കാറിനായിട്ടൊരു സെപ്പറേറ്റ് പാത്ത് ഉണ്ടാവുമെന്ന്. നമ്മൾ പെട്ടു ടേസ്റ്റ് ഇടുക്കി പറഞ്ഞത്. ആ പോലീസുകാർ വരുന്നു. നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഓടാ. ഈ കാറ് നല്ല വിലയുള്ള കാറാണ് കേട്ടോ. ഹൈ സെക്യൂരിറ്റി ഉള്ള വണ്ടിയാണ്. ഇത് കേട്ടോ വീഴുകയും ചെയ്യണു. ഹൈ സെക്യൂരിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ ഈ വണ്ടി. നമ്മളിപ്പോൾ ഈ മലയിൽ കൂടെയാണ് പോകണം. എനിക്കാണെങ്കിൽ കൺട്രോളും കിട്ടണില്ല, റോട്ടിലെ കൺട്രോളില്ല, പിന്നെ മലേൻ്റെ വലിയ കേസ്. എവിടെ ഏതോ വഴിയൊക്കെ കാണണം. നമുക്ക് ഏതെങ്കിലും വഴി പിടിച്ച് വരാൻ എങ്ങനെ 5 സ്റ്റാർ മിന്നണില്ല ഗൈസ്. അവരൊക്കെ നമ്മളെ ചുറ്റും വളഞ്ഞിരിക്കുക. എവിടെ പോയാലും ഉണ്ട്. ഹെലികോപ്റ്ററൊക്കെ തൊട്ട് അടുത്ത് ഗൈസ്. അവരെവിടെ പോയാലും ഉണ്ട് കേട്ടോ ഗൈസ്. ചുറ്റും വളഞ്ഞു. റോട്ടിലൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെ അവരുണ്ടെന്ന്. അവിടെ പോയാലും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ റോട്ടിൽ കയറുമ്പോൾ ഇവിടെയും വരും. അപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ പുറകിലുണ്ടല്ലോ. ഇപ്പം കാണിച്ചു തരാട്ടെ അവർക്കുള്ള പണി. അമ്മമാരെന്ന് പറയാൻ നേരെ തുടങ്ങിയിട്ട് ഉള്ള പണി തരാടാ. കച്ചവട കൊണ്ടില്ലത് ഇവർ നേരെ ഹെലികോപ്റ്റർ ഏറ്റവും ശല്യം വരിക. എൻ്റെ അമ്മ പെട്ടു. വരുന്നു നമ്മുടെ സ്പൈഡർമാൻ്റെ ആൾക്കാർ വണ്ടിമേ തൂങ്ങി. അറ്റത്തൊരു മല ഗൈസ്. ടോളസ്റ്റ് മൗണ്ടൻ ഇതാണ് തോന്നുന്നു, ടോളസ്റ്റ് മൗണ്ടൻ. ഈ മലേൻ്റെ മേലെ കയറിയാലോ ഗൈസ്. അവിടെ ആയിട്ട് സെപ്പറേറ്റ് പാത്തും ഇല്ല വെഹിക്കിളിന്. നമുക്ക് ഈസി ആയിട്ട് കയറുകയും ചെയ്യാം. നമുക്ക് കയറാമല്ലോ ഗൈസ്. കത്തിച്ചു വിടാട്ടോ ഗൈസ്. ഇവിടെയൊക്കെ പോലീസുകാരുണ്ടാവും. സേഫായി ലാൻഡ് ചെയ്യും. ഹെലികോപ്റ്ററത്തുകൊണ്ട് സൈഡിലൊക്കെ ഗൈസ്. മാപ്പിലൊക്കെ നിങ്ങൾ മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും എന്തോരം സെക്യൂരിറ്റി ഉണ്ടെന്ന്. 5 സ്റ്റാർ ആർമി, FIB, പിന്നെ സിറ്റി പോലീസ്, വില്ലേജ് പോലീസ്, പഞ്ചായത്ത് പോലീസ്, അവരെ വീട്ടിലെ പോലീസ് എല്ലാം കൂടി വന്നിട്ട് ഗൈസ്. പക്ഷെ പ്രസിഡൻറ്റ് മാത്രം അവിടെ ഇല്ല. പ്രസിഡൻറ്റിൻ്റെ വണ്ടി കാണാനില്ല. പ്രസിഡൻ്റ് ഒരു ഗോൾഡൻ കാറിലൊക്കെ വരെ നീളമൊക്കെ ഉള്ള കാർ പെട്ടു. ഇത് മറ്റേ ട്രവറിൻ്റെ വീടിൻ്റെ ആ വഴിയാന്ന് തോന്നുന്നു കേട്ടോ. അല്ലേ ഈ മലേൻ്റെ മേലിൽ കയറി നമ്മൾ രക്ഷപ്പെടും കേട്ടോ ഗൈസ്. ഇവിടേക്കാണെങ്കിൽ പോലീസ് അങ്ങനെ വരില്ല. പിന്നെ ഹെലികോപ്റ്ററിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ആ മലേൻ്റെ അത്ര ഉള്ളൂ. അവർക്ക് അതിൻ്റെ മേലേക്ക് പോകാൻ പറ്റില്ല. അതാണ് ഗൈസ് ഐഡിയ. കാറിനും വരാൻ പറ്റില്ല, ഹെലികോപ്റ്ററിനും വരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ രക്ഷപ്പെടും കേട്ടോ. പിന്നെ മിന്നിക്കോളും. ഇപ്പം എങ്ങനെയാണ് ഗൈസ് കയറുക? ഇത് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. തന്നെ കാർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക, ബ്രേക്കും കിട്ടണില്ല. ബെസ്റ്റ് ഗൈസ്. ഇവിടെ ഇത്ര വലിയ പുഴ ഉണ്ടെന്ന് ഞാൻ അപ്പോഴാണ് അറിഞ്ഞു. ഇനി ഈ പുഴ അടക്കം അങ്ങോട്ട് ചെല്ല. ഇവിടെ വഴിയൊന്നുമില്ല കേട്ടോ. അറ്റത്തെന്തോ കാണണ്ടല്ലോ. അറ്റത്തു കൂടെ പോവാം ഗൈസ്. അറ്റത്തേക്ക് എത്താം ഗൈസ്. ഇവർക്കൊക്കെ നമ്മൾ ഇടിച്ചിടാനുള്ള പ്ലാനാണ് കേട്ടോ. ന്യൂസിലൊക്കെ വാർത്ത ഒന്നും ഈ കാറ് കണ്ട ഇവരൊക്കെ പിടിച്ച് വെക്കാൻ പറഞ്ഞിട്ട് കേട്ടോ ഗൈസ് ന്യൂസിൽ. റേഡിയോയിലൊക്കെ എന്തൊക്കെയോ വരുന്നത് നമ്മളെ പറ്റിയിട്ട്. GTA അങ്ങനെ പറഞ്ഞിട്ട് പ്രസിഡൻസ് കാറിനൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കുന്നു റേഡിയോയിൽ. ഗൈസ് മാപ്പ് നോക്ക്, ഫുള്ള് പോലീസ്. ഇതൊക്കെ എന്തോന്ന് ഗൈസ് പോലീസിൻ്റെ പഞ്ചായത്ത് കുടുംബസമിതി അത്
ഈ വഴി ആ പാലം കിടന്ന് നമുക്ക് അങ്ങോട്ട് ചെല്ലാട്ടാ, എന്നാലും ആ മലേൻ്റെ അവിടേക്ക് എത്തുള്ളൂ. ആ പാലം കടന്ന് നേരെ കത്തിച്ചു വിടണം. പക്ഷെ ആ പാലത്തിൻ്റെ അവിടെ പോലീസ് ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടു, പിന്നെ ഒന്ന് കടക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് അങ്ങോട്ട് മലേൻ്റെ അവിടേക്ക് സ്വപ്നം കണ്ടാൽ മതി. പാലത്തിൻ്റെ അവിടെ പോലീസ് ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ നമ്മൾ പെടും. അയ്യോ ഭാഗ്യം കേസ്, ഇവിടെ പോലീസ് ഇല്ല. ഞാൻ വിചാരിച്ചു ഇവിടെ പോലീസ് ഉണ്ടാവുന്നു കേസ്. ഭാഗ്യത്തിനിവിടെ പോലീസ് ഇല്ല കേട്ടോ. ഓഹ് ഹെലികോപ്റ്റർ പുറകെ ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ വിട്ട് പോണ ലക്ഷണം ഇല്ല. ബാധ കയറിയ പോലെ ഇന്നൊന്നും പോയില്ല അത്. നമുക്ക് GTR ഓഫ് റോഡ് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ടയറുണ്ട് കേസ്. ഓഫ് റോഡ് അല്ലാത്തതുകൊണ്ട് ഇത് കയറാനും ബുദ്ധിമുട്ടാണ്. ഓഫ് റോഡ് കൊണ്ടൊക്കെയാണെങ്കിൽ പെട്ടെന്ന് കയറിയാണ്. ഓഹ് കയറി കയറി കയറി. അയ്യോ പെട്ടു വയസ്സ്, പെട്ടു. വണ്ടിക്ക് എൻ്റെ വയസ്സ് കൺട്രോൾ പോയിട്ടാ. ഓഹ് ഭാഗ്യം, ബ്രേക്ക് ഇട്ടപ്പോൾ നിന്ന് വയസ്സ്. ഇത് ഈ വെള്ള കളർ സാധനത്തിൻ്റെ മേലിൽ കയറി പിന്നെ വണ്ടി കയറില്ല ടൈസ്. ഓ പെട്ടു വണ്ടിക്ക് വയസ്സ്. ഇതിൻ്റെ മേലിൽ പോയാൽ പിന്നെ ഇത് കല്ലാണ് കേട്ടോ ഗൈസ്. കല്ലിൻ്റെ മേലിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ പുല്ലിൻ്റെ മേലിൽ കൂടെ ആണെങ്കിൽ പിന്നെ ഓടിക്കാം. ഇതൊക്കെ ഇതിൻ്റെ മേലിൽ കൂടെ ഒക്കെ എങ്ങനെ പോകാനാണ് ഗൈസ്? ഇവിടെ ആട്ടെ വഴിയുണ്ട്. ഇവിടെ ഒന്നും വഴിയില്ല കേട്ടോ. സാധാരണ ട്രക്കിങ്ങിനൊക്കെ വരുന്ന ആൾക്കാർക്കുള്ള വഴി ഉണ്ടാവാറുണ്ട്. ഇവിടെ ആട്ടെ അതും ഇല്ല. ഇനി ഇവിടേക്കൊക്കെ ആരും ട്രക്കിങ്ങിന് വരാനാണ് ഗൈസ്. ഓ നമ്മുടെ വണ്ടി പുറത്തേക്ക് പോണു. ഭാഗ്യം ഏതോ ചെടിയും പിടിച്ച് നിന്ന് ഗൈസ്. 2 1 2 3 4 ഹെലികോപ്റ്റർ ഒന്നുണ്ടായിരുന്നു ഗൈസ്. അയ്യോ വണ്ടി നിൽക്കുക ഗൈസ്. വണ്ടി ഉരുണ്ട് പോണു. ബ്രേക്ക് പിടിച്ചൊന്നും നിൽക്കണില്ലല്ലോ. അയ്യോ ഗൈസ് നമ്മുടെ വണ്ടി പോണ കേസാണ്. ശരിക്കുള്ള സ്പീഡിനായിട്ടും ഇരട്ടി സ്പീഡിലാണ് വണ്ടി പോണേ. നോക്കേ ഈ മല കഴിഞ്ഞ് ട്രെയിൻ വഴി പോവാം. അറ്റത്തൊരു ടണലുണ്ട് ഗൈസ്. ഈ ടണൽ വഴി പോകട്ടെ. ഭാഗ്യം ഗൈസ്, ആ ഒരു വഴി കണ്ടു നമ്മൾ. നമുക്ക് ഈ ടണൽ, ഈ കാറിന് ഇത്രയും ഭംഗിയുണ്ടായിരുന്ന ലൈറ്റൊക്കെ ഗൈസ്. താഴത്തെ ന്യൂൺ ലൈറ്റ്സ് നോക്ക്, പച്ച കളറ്. എന്ത് ഭംഗിയാണ് ഗൈസ്. ഇനി ഭംഗി പിടിച്ചോണ്ടെന്നാലേ പോലീസ് നമ്മൾ പിടിച്ചോണ്ടു. പിന്നെ ഭംഗിയൊക്കെ പോകും നമ്മുടെ. ഓ പുറകിൽ ലൈറ്റ് കിട്ടില്ല വെച്ചിട്ടാ. അറ്റത്തൊരു ടണലും കൂടി ഉണ്ട്. ഈ ടണൽ വഴി പോയാൽ നമുക്ക് ആ മലേൻ്റെ പുറകിലെത്താം. പുറകിലെത്തിയവർക്ക് അത്ര വട്ടം നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ടണലിൻ്റെ അകത്താന്ന് നിൽക്കുവർ. കണ്ട ഗൈസ്, ഇപ്പോൾ നമ്മുടെ അടുത്തത്ര പോലീസ് ഇല്ല. പറഞ്ഞ് നാക്കെടുത്തില്ല. അപ്പോഴേക്കും ഒരുത്തം വന്നു. എൻ്റെ അമ്മ ഗൈസ്, നീളായിട്ട് തിളങ്ങണു കേട്ടോ. സൈഡിൽ നിന്നും മുന്നിന്നൊക്കെ പോലീസ്. എങ്ങോട്ട് പോകാനാണ് ഗൈസ്? നമുക്ക് ഈ മല ഈ വഴി പോകാൻ പറ്റുന്നതാണ് ഗൈസ് തോന്നുന്നതാണ്. യെസ് ഗൈസ്, ഈ ടോളസ്റ്റ് മൗണ്ടൻ്റെ മേലേക്ക് പോയാൽ പിന്നെ പോലീസ് നമ്മുടെ അടുത്ത് പോലും എത്തില്ല. നമുക്ക് ഇത് വേഗം കയറി നമുക്ക് പണി എളുപ്പമാവും കേട്ടോ. പക്ഷെ ഇത് കയറാന്ന് വെച്ചാൽ ടാസ്ക്കാണ്. ഇത് ഓഫ് റോഡ് അല്ലാത്തതുകൊണ്ടാണ് ഗൈസ്. അല്ലെങ്കിൽ എളുപ്പമായാണ്. ഇത് ഇങ്ങനെ സ്കിഡായി കൊണ്ടിരിക്കും. ഇതുവരെ കയറിയിട്ടുണ്ട്. ഈ പാത്ത് ഫോളോ ചെയ്ത് പോയാൽ അങ്ങോട്ട് എത്താം. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഒന്ന് സ്ലിപ്പായാൽ മതി കേട്ടോ. നമ്മൾ തലയും കുത്തി വീഴും. ഓക്കെ 5 സ്റ്റാർ മിന്നിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മലേൻ്റെ മേലേക്ക് പോയാൽ അവർക്ക് നമ്മൾ അത്ര പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല. ഹെലികോപ്റ്ററിന് പോലും പറ്റില്ല. അതാ ഒശു പെട്ടു വണ്ടിക്ക്. അയ്യോ ഗൈസ്, ആകപ്പാട് കുഴപ്പമായിട്ടാ. വണ്ടി നിൽക്ക്. പക്ഷേ ഗൈസ് നമ്മൾ നിറയെ കയറിയതാണ് കേട്ടോ. ഒരു ഒറ്റ വട്ടം സ്ലിപ്പായാൽ മതി കേട്ടോ. നമ്മുടെ ഈ മലേൻ്റെ പകുതി ഭാഗം താഴേക്കും ഹെലികോപ്റ്റർ വന്നു ഗൈസ്. പക്ഷെ ആ സ്ലിപ്പായതാണ് കുഴപ്പം. ആ പാത്ത് ഫോളോ ചെയ്താൽ 5 സ്റ്റാർ മിന്നറ്റ് പോയി. ആ പാത്ത് ഫോളോ ചെയ്ത് പോയാൽ നന്നാണ്. അയ്യോ ഇതാ വീണ്ടും സ്ലിപ്പായി. വണ്ടി നിൽക്ക് ഗൈസ്. കുന്തം നിൽക്കണില്ലല്ലോ. ഒരു വഴി ഏതെങ്കിലും ചെറിയ വഴി കിട്ടിയാൽ മതി കേട്ടോ. ഏതെങ്കിലും ഒറ്റ വഴി പോലും കാണില്ലല്ലോ അവിടെ.
വഴി പോയിട്ടൊരു കുന്തവും കാണല്ലോ അവിടെ. ഇതെങ്ങനെ കയറേണ്ടി വരും കേട്ടോ. ഇതിൻ്റെ മേലിലും വല്ല ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. അതായത് ബൈനോക്കുലറൊക്കെ വെച്ച് നോക്കണ പരിപാടി ഇതില്ല നോട്ടാ. ഇവിടേക്ക് എങ്ങനെയും ചാടി കയറേണ്ടി വരും. അമ്മോ കയറ് കയറ് കയറ്. അയ്യോ താഴെ പോലെ താഴെ പോലെ താഴെ പോലെ താഴെ പോലെ. പുറകേക്ക് എടുത്തോ. അയ്യോ വണ്ടി റിവേഴ്സ് അടിച്ചിപ്പോ. എൻ്റെ അമ്മ നെഞ്ചു എത്തി. പക്ഷെ ഇങ്ങനെ പോയ പണിയൊക്കെ ഇരിക്കട്ടെ കേട്ടോ. കണ്ടേ പോലീസ് അല്ല ഹെലികോപ്റ്ററിന് അത്ര ഹൈറ്റിക്ക് പറ്റുന്നില്ല. ഹെലികോപ്റ്ററിന് അത്ര ഹൈറ്റിക്കൊന്നും അവർ പോയി. കേസ് ഇവിടെ ഒരു പാത്ത്, ഇത് പാത്തല്ലേ? അതെ കേസ് ഇതൊരു പാത്താണ് കേട്ടോ. ഇത് ട്രക്കിങ്ങിന് വരുന്ന ആൾക്കാരുടെ വഴിയത്. അവിടെ എന്തോ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. റോപ്പിൽ പോണ പരിപാടി ഉണ്ട്. ഈ പോലീസുകാർ നമ്മുടെ ലൈഫ് കുറയ്ക്കുന്നിട്ട് ഇവർക്ക് നിറഞ്ഞേറി ഉള്ള പണി തരാട്ടാ. കൊല്ലടാ കൊല്ലല്ല പിന്നെ ഒരുത്തൻ താഴെ കൊണ്ടിട്ടോ. അവൻ താഴെ സ്വർഗം കണ്ടിട്ടുണ്ടാവും കിട്ടാൻ. അവൻ നേരെ നമ്മളിട്ട് വെടിയൊക്കെ വാങ്ങിയിട്ട് പൈലറ്റ് പോയിട്ടുണ്ട്. ഒരു ഹെലികോപ്റ്റർ ഡൗൺ കേട്ടോ. അയ്യോ എൻ്റെ അമ്മോ വണ്ടി സ്ലിപ്പാവല്ലേ ഗൈസ്. നമ്മുടെ ടയർ സ്ലിപ്പാണ് കേട്ടോ. നിക്ക് വണ്ടി നിൽക്കണില്ലല്ലോ. അയ്യോ ഗൈസ് പെട്ടു. ഇനി നമ്മൾ താഴെ വണ്ടിയായിട്ട് നിൽക്കണില്ല. പോലീസിന് വെടി വെക്കണ്ടായിരുന്നു ഗൈസ്. പക്ഷെ അവർ നമ്മളെ വെടി വെച്ച് കൊന്നേനെ. അപ്പോൾ അതുപോലെ ഞാൻ വെടി വെക്കാൻ നിന്ന്. ആകെപ്പാട് പണി കിട്ടിയ അവസ്ഥയാണ് കേട്ടോ. നമുക്ക് ഈ കാറും കൊണ്ട് നമുക്ക് എങ്ങനെയും നമ്മുടെ വീട്ടിലെത്തണം കേട്ടോ. വീട്ടിലെത്തി പിന്നെ പോലീസുകാർക്ക് വരെ എൻട്രൻസ് ഇല്ല ഗൈസ്. വീട്ടിൽ നമ്മുടെ ലോകമാണ്. വീട്ടിലേക്ക് ഒരു കാല് പോലും എടുത്ത് വയ്ക്കില്ല. ഇല്ല നമ്മുടെ ഗൈസ്. പോലീസുകാരെ ഹെലികോപ്റ്ററിനെ എനിക്ക് പിടിക്കും. നമ്മുടെ ലൈഫ് ഇപ്പോൾ ചാവും ഗൈസ്. അയ്യോ നമ്മൾ ഇപ്പോൾ ചാവും. വേഗം വണ്ടി കിട്ടോ. ചുമ്മാ കയറി വേഗം കയറ് ഗൈസ്. ഈ കയറാനാണ് ഗൈസ് പണി. നമ്മളെ GTA-5 ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ ഈ മലയാണ് കേട്ടോ. ഇവിടേക്ക് അങ്ങനെ പോലീസ് വരില്ല. പാത്ത് കിട്ടി. ഈ പാത്ത് ഫോളോ ചെയ്ത് പോവാം. അതാ നല്ലത്. കണ്ടോ പോലീസ് ഇപ്പം അധികം ഇല്ല അവിടെ. മറ്റേ കാറിൽ വരുന്ന ആൾക്കാരൊക്കെ പോയി. എൻ്റെ അമ്മ കയറ്. ഒറ്റ വട്ട സ്ലിപ്പായി നമ്മൾ പെട്ടു കേട്ടോ ഗൈസ്. അയ്യോ തീർന്നോ? വഴി തീർന്നു കേട്ടോ ഗൈസ്. എൻ്റെ അമ്മോ ഗൈസ് നമ്മൾ ഇതിൻ്റെ മേലെത്തിയിട്ടുണ്ട് കേട്ടോ. ചാവല്ലേ കയറ്. അയ്യോ ചാടിക്കോ. അയ്യോ ചത്തു ഗൈസ്. ഇതിനുമ്പോൾ വണ്ടിയിലിരിക്കണേ കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കാളും. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പോൾ അടുത്തൊരു കാണാം. ബൈ.